നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യാനും അതേപോലെ പല കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗൂഗിൾ ക്രോം ആണെങ്കിൽ അതിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു സെറ്റിങ്സുകൾ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റാസ് പലതും ലീക്കാകുന്നതായിരിക്കും, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ മുകളിലായിട്ടൊരു 3 ഡോട്ട് കാണാൻ കഴിയും. കണ്ടോ, ഇവിടെ ഒരു 3 ഡോട്ടുണ്ട്. അവിടെ നിന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ടൊരു സെറ്റിങ്സ് കാണാൻ കഴിയും. ആ സെറ്റിങ്സ് ഒന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴേക്ക് വരിക. ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു സെറ്റിങ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി. നമ്മുടെ പ്രൈവസിയും സെക്യൂരിറ്റിയും സംബന്ധിക്കുന്ന കുറച്ച് സെറ്റിങ്സുകളാണ്. നിങ്ങൾ ആ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഉണ്ട്, ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മേളിൽ നിന്ന് രണ്ടാമതായിട്ട് സേഫ് ബ്രൗസിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. കേട്ടോ, സേഫ് ബ്രൗസിംഗ്. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മേളിലൊരു എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ഒന്ന് ഓണാക്കി കൊടുക്കുക. ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ്, നമ്മുടെ ഒരു ഡേറ്റാസ് ലീക്കാവില്ല. അത് എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷനിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ആ സെറ്റിങ്സിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആൾവേസ് യൂസ് സെക്യൂർ കണക്ഷൻ. അത് ഓൺ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഈ ആൾവേസ് യൂസ് സെക്യൂർ കണക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ്. അത് ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആക്സസ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഗൂഗിൾ ക്രോമിന് ആക്സസ് ചെയ്യാനുള്ള ഒരു സെറ്റിങ്സാണ്. അതിൻ്റെ ആവശ്യമില്ല. അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആക്സസ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും താഴേക്ക് വരുമ്പോൾ ഇവിടെ യൂസ് സെക്യൂർ DNS എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. യൂസ് സെക്യൂർ DNS അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ട് ചൂസ് അനദർ പ്രൊവൈഡർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ചൂസ് അനദർ പ്രൊവൈഡർ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടൊരു ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും. അവിടെ നിന്ന് ഇവിടെ ക്ലൗഡ് ഫ്ലെയർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ഇൻ്റർനെറ്റിലെ എല്ലാ കാര്യങ്ങളും പ്രൊട്ടക്റ്റഡ് ആകാൻ പറ്റുന്നൊരു സെറ്റിങ്സാണ് ക്ലൗഡ് ഫ്ലെയർ. അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എൻക്രിപ്റ്റഡ് ആകുന്നതായിരിക്കും. നിങ്ങളുടെ ഒരു ഡേറ്റാസും മിസ്സാകില്ല, ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ ക്ലൗഡ് ഫ്ലെയറിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും സെറ്റിങ്സ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരുപാട് സൈറ്റുകളും അതേപോലെ PSC സൈറ്റുകളും നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പലതും സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ലീക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്ത് വെച്ചിട്ട് മാത്രം നിങ്ങൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുക. അപ്പോൾ വീഡിയോ എത്രയും പെട്ടെന്ന് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.